സ്ത്രീയോനിയുടെ കന്ത് വികസിപ്പിച്ചാൽ ഉൾഭാഗത്തിന്റെ നിറം എന്തായിരിക്കും? ചുവപ്പ്, റോസ്, വെള്ള, ഇളം മഞ്ഞ. സ്ത്രീയോനിയുടെ കന്ത് വികസിപ്പിച്ചാൽ ഉൾഭാഗത്തിന്റെ നിറം റോസ് ആയിരിക്കും. മനുഷ്യ ശരീരത്തിലെ ഒരു വൃക്കയുടെ ഭാരം എത്ര? 100 ഗ്രാം, 150 ഗ്രാം, 200 ഗ്രാം, 250 ഗ്രാം. മനുഷ്യ ശരീരത്തിലെ ഒരു വൃക്കയുടെ ഭാരം 150 ഗ്രാമാണ്. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് പൾമണോളജി, മാമോളജി, ഓങ്കോളജി, സോറോളജി. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് പൾമണോളജി എന്നാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? അനീമിയ, നിശാന്തത, സ്കർവി, ബെറിബെറി. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ഇന്ത്യയിലെ പ്രധാന കടുവ സങ്കേതമായ ബോർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന. ബോർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ ആണ്. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം? 1999, 2010, 2015, 2019. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത് 1999-നാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? ബ്രഹ്മാനന്ദ ശിവയോഗി, പത്മനാഭ ശാസ്ത്രി, തൈക്കാട് അയ്യ, ചട്ടമ്പി സ്വാമികൾ. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പത്രപ്രവർത്തനത്തിനുള്ള സഹോദരൻ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി? എ.കെ. ഗോപാലൻ, മന്നത്ത് പത്മനാഭൻ, സഹോദരൻ അയ്യപ്പൻ, പി. സുജാതൻ. പി. സുജാതനായിരുന്നു. വനിതാ ഒബാമ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? കമല ഹാരിസ്, സരോജിനി നായിഡു, ലളിതാംബിക, സോണിയാഗാന്ധി. വനിതാ ഒബാമ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കമല ഹാരിസ്. ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം? കപിൽ ദേവ്, സച്ചിൻ ടെണ്ടുൽക്കർ, ശ്രീശാന്ത്, കൃഷ്ണചന്ദ്രൻ. സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം കപിൽ ദേവ് ആയിരുന്നു. കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിശേഷിപ്പിച്ചതാര്? കാമാചെറിയാൻ, ലീലാവതി, എ.കെ. സാനു, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ദിവ്യകോകിലം എന്ന് വിശേഷിപ്പിച്ചത് എ.കെ. സാനു ആയിരുന്നു.